പരീക്ഷത്തിന് ഇത് പകർന്നു കൊടുത്തതിന് ശേഷം ശുഗൻ ഒരു ശ്ലോകം ചൊല്ലുന്നു ഭാഗവതത്തിന്റെ ഭാഗമായിട്ട്. ആ ശ്ലോകം ഏതാണ്ട് ഇങ്ങനെയാണ്: കഥായിമാസ്തെ കഥിതാ മഹീയസാം വിധായോഗേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതിർന്ന തൂ പരമാർത്ഥ്യം. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം, ഈ 7 ദിവസമായിട്ട് നിനക്ക് പകർന്നു തന്ന ഈ അവതാര കഥകളെല്ലാം നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭവം, നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പുസ്തക വായന പോലെയാണ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത്. അതാണ് എടുത്ത വരി. ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത്, വെറും വാഗ്വിലാസങ്ങൾ മാത്രം. ഞാൻ പറയുന്നത് മനസ്സിലായി, ഭാഗവതത്തിൽ തന്നെ പറയുന്നതാണ്. പക്ഷെ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയാണ് ഇതൊന്നും കഥയല്ല, ഇതൊന്നും ഐതിഹ്യമല്ല, ഇതൊന്നും സങ്കല്പമല്ല, വിമാനം കണ്ടുപിടിച്ചത് രാവണൻ തന്നെയാണെന്ന് പറയുകയും പരീക്ഷ എഴുതാൻ അങ്ങനെ കുട്ടികൾ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ലോകം നമ്മളെ ശിക്ഷിക്കും. അതാണ് ഇത്. വിശ്വാസത്തിന്റെ പ്രശ്നം, മിത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ ബൈബിൾ യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ സാഹിത്യഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്. എന്റെ ജീവിതത്തിലെ നല്ലൊരു കാലം ബൈബിൾ വായന എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ബൈബിളിലെ പല ഭാഗങ്ങളും എനിക്ക് ഹൃദയസ്ഥവുമാണ്. എബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരങ്ങളെയും ജനിപ്പിച്ചു, യഹൂദ താമരൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു, പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോ ആരാമിനെ ജനിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു പോകാൻ കഴിയും. അതെന്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമായിരുന്നു ഒരു കാലം. അപ്പോൾ അതിന്റെ സാഹിത്യ ഭംഗിയും അതിന്റെ ധ്വന്യാത്മകമായ പ്രയോഗങ്ങളുമെല്ലാം നമുക്ക് വളരെ പഠനാർഹമാണ്. സത്യത്തിൽ നിയമസഭയിലെ വിഷയം ഇതല്ല, പന്നിയുടെയും പട്ടിയുടെ ഒന്നുമല്ല. അത് ബൈബിള് ജീവിതത്തിൽ ഒരിക്കലും വായിക്കാത്തവർക്ക് തോന്നിയ തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നിയമസഭയിൽ ബൈബിൾ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം തന്നെയാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഭരണപക്ഷം വളരെ ആസ്വദിച്ച് കേൾക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ആ ഭാഗം നിങ്ങളുടെ അകം വെള്ളതേച്ച ശവക്കല്ലറകൾക്ക് തുല്യമാകുന്നു എന്ന് വരുന്ന ആ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ബൈബിളിന്റെ മർമ്മം അറിയാത്ത ഒരാൾക്കാണ് തോന്നുന്നു, അയ്യോ ശവക്കല്ലറ എന്ന് നമ്മളെ ആക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വേണം ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ ആരോ പറഞ്ഞില്ലല്ലോ. തിരിച്ച് ഞാൻ കോട്ട് ചെയ്ത ഭാഗവും ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുണ്ടെങ്കിലും അത് പന്നിയെയും പട്ടിയെയും കുറിച്ചല്ല. അതറിയാൻ ബൈബിളിന്റെ ഹൃദയത്തെ തൊടണം. ഇപ്പോ മത്തായിയുടെ സുവിശേഷം തന്നെ 23-ാം അധ്യായം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, അതിലൊരു പരാമർശമുണ്ട്. കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപ് കുരുടനായ പരീശനെ നീ അതിന്റെ അകം വെടിപ്പാക്കും എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇത് കേട്ട ഉടനെ ഇത് കിണ്ടിയെയും കിണ്ണത്തെയും കുറിച്ച് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് ഓടിയിട്ട് കിണ്ടിയും കിണ്ണവും എടുത്തുകൊണ്ട് വരുന്ന മാനസികാവസ്ഥയിൽ നിങ്ങൾ ബൈബിൾ വായിക്കരുത്. ബൈബിളിന്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിഞ്ഞാലാണ് ബൈബിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയുക. ഞാൻ പരാമർശിച്ച ഭാഗത്തിന് ഒരു ഒറ്റ അർത്ഥമേ ഉള്ളൂ. അത് വളരെ വിശുദ്ധമായതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണാൻ കഴിയാത്തവരുടെ മുൻപിൽ അത് കൊടുക്കരുത് എന്നാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അർഹതയുള്ളവർക്ക് അമൂല്യമായത് കൊടുക്കാവൂ. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് പരാവർത്തനം ചെയ്യാം. നിങ്ങൾ മലബാറിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടോ? എത്രയെത്ര അനുഭവങ്ങളാണ് അവിടെയുള്ളത്. 1882 ബ്രിട്ടൻ നാടുകടത്തിയ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ മമ്പുറം എന്നൊരു നാടിനെ കുറിച്ച് അറിയുമോ? വാഴക്കാടടുത്ത് കൊന്നാര എന്നൊരു ഗ്രാമമുണ്ട്. ആ കൊന്നാര മഖാം ഇന്നും ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്നു. മുസ്ലിം ദേവാലയമായിരുന്നു. ബ്രിട്ടൻ വെടിവെച്ച് തകർത്തതാണ്. അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കേന്ദ്രം അതായിരുന്നു. ഇന്നും അതുവഴി കടന്നു പോകുമ്പോ കൊന്നാര മഖാമിന്റെ വാതായനങ്ങളിൽ പതിഞ്ഞിട്ടുള്ള നീക്കം ചെയ്യാത്ത വെടിയുണ്ടകൾ നിങ്ങൾ കാണണം. അവിടെ നിന്നും ബ്രിട്ടൻ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി തൂക്കിലേറ്റുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നൊരു പേരറിയുമോ? ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു. തന്റെ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യമെന്നായിരുന്നു. ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മൃഗീയമായ മർദ്ദനത്തിലൂടെ പരിണിത പ്രജ്ഞനാക്കി മീശയിലെ ഓരോ രോമങ്ങളും പിഴുതെടുത്ത് ബയണറ്റ് കൊണ്ട് കുത്തി അവസാനം ഒരു ഓഫർ മുൻപോട്ട് വെച്ചു. നിങ്ങൾ മാപ്പപേക്ഷ എഴുതി തന്നാൽ, നിങ്ങൾ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാം എന്നാണ് ബ്രിട്ടീഷ് സൈന്യ മേധാവികൾ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ ഓഫറിന്റെ മുൻപിൽ മൃതപ്രായനെങ്കിലും പുഞ്ചിരി മായാത്ത മുഖവുമായി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മറുപടി പറഞ്ഞു അത്രേ, മക്ക എനിക്കിഷ്ടമാണ്, പക്ഷെ നിങ്ങൾ അറിയണം, ഞാൻ പിറന്നു വീണത് മക്കയിലല്ല, സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിലാണ്. ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും, ഈ മണ്ണിൽ ഞാൻ ലയിച്ചു ചേരും. ഈ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധി കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, പിറന്ന നാടിന് വേണ്ടി രക്തസാക്ഷിയാകാൻ എനിക്കൊരവസരം കൈവന്നിരിക്കുന്നു. ഇതിന് 2 റക്അത്ത് നമസ്കരിച്ച് ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സമയം തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അദ്ദേഹത്തിന്റെ അന്തിമാഭിലാഷ പ്രകാരം മുന്നിൽ നിന്ന് വെടിവെച്ചാണ് അദ്ദേഹത്തെ കൊന്നത്. അന്ന് പുറകിൽ നിന്ന് കണ്ണുകെട്ടിയാണ് വെടിവെച്ച് ആളുകളെ കൊന്നുകൊണ്ടിരുന്നത്. അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ കണ്ണുകൾ മൂടിക്കെട്ടരുത്, നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണം. അങ്ങനെ പറഞ്ഞ ധീരന്മാരുടെ നാടാണ് ഈ നാട്, ആലിമുസ്ലിയാരുടെ നാടാണ് ഈ നാട്. ഇന്ത്യയിലാകെ ഒരിടത്ത് മാത്രമേ ബ്രിട്ടീഷ് പട്ടാളവുമായി സിവിലിയന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. അത് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന പൂക്കോട്ടൂരിന്റെ മണ്ണിലാണ്. ഇന്നും അവിടെ യുദ്ധസ്മാരകമുണ്ട്. ബ്രിട്ടീഷ് പട്ടാളത്തെ തോൽപ്പിച്ചവരാണ് ഈ ഏറനാട്ടിലെ മാപ്പിളമാർ. ആ പ്രൗഢഗംഭീരമായ ഭൂതകാലം നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ജനതയെ ആകമാനം സംശയത്തിന്റെ നിഴലിൽ നിർത്തി തുടച്ചു നീക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നത്.